നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മീനാക്ഷിയും ഗോമതിയും കൂടെ നിൽക്കുക. ഓട്ടോറിക്ഷക്കാരൻ തിരികെ പോയി. ദേവമല ക്ഷേത്രം എവിടെ എന്താണെന്നും അറിയത്തില്ല. ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ അങ്ങനെ ഒരു ക്ഷേത്രം ഇല്ലെന്നാ പറയണേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മയെ നമുക്ക് തിരികെ പോവാന്ന് പറയണ. തിരികെ പോകാനോ? അതിനാണോ മോളെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്? ഇവിടെ എവിടെയോ ആണ് ആ ക്ഷേത്രം. എന്റെ മനസ്സ് അത് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്തിരി അങ്ങോട്ട് നടന്നു നോക്കിയാലോന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, അമ്മയെ നടന്നുകൊണ്ട് എന്തേലും ആകുമോ? ഇപ്പൊ ആ ഓട്ടോറിക്ഷക്കാരൻ തന്നെ എത്ര റൗണ്ട് വെച്ചു, എന്നിട്ടോ വലുതോ ആയോന്ന് ചോദിച്ചു. ഇവിടെയുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അയാൾ പറയുന്നത് അങ്ങനെ ഒരു ക്ഷേത്രത്തെ കുറിച്ച് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞേ. അത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, അത് പിന്നെ അയാൾക്ക് അറിയത്തില്ലാത്തായിരിക്കും. അയാൾ ചിലപ്പോൾ ഇവിടുത്തുകാരനൊന്നും ആയിരിക്കില്ല, കുറച്ച് മാറി എങ്ങാനും ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്തിരി ദൂരം കൂടെ ഒന്ന് നടന്നു നോക്കാന്ന് പറഞ്ഞു. പക്ഷെ മീനാക്ഷിക്ക് നല്ല ടെൻഷനാ. ഒന്നാമത്തെ കാര്യം കാട്, അവിടെയെങ്ങും ആരും കാണുന്ന പോലുമില്ല. ഇവിടെയെങ്ങും ഒരു മനുഷ്യന്മാർ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. ഗോമതിയോട് നോക്കാൻ പോളെന്ന് പറഞ്ഞു. പ്രതീക്ഷ കൈവിടാനായിട്ട് ഗോമതി ഒരുക്കുമായിരുന്നില്ല. ഗോമതി പറഞ്ഞു, കൈനോട്ടക്കാരി പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, അവിടെ എത്തിപ്പെടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. ഒരുപക്ഷെ ആ ത്യാഗങ്ങളൊക്കെ സഹിച്ചാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ചെന്നാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. നീ വാ മോളെന്ന് പറഞ്ഞു. ഒടുവില് ഗോമതി പറഞ്ഞ മീനാക്ഷി അനുസരിക്കുക. ഇനിയിപ്പോൾ അമ്മ പറഞ്ഞ അനുസരിച്ചില്ലെന്ന് വേണ്ട. അങ്ങനെ അവർ കുറച്ച് ദൂരം കൂടെ നടന്നിട്ടൊരു അവിടെ എങ്ങും ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ വഴി ഒന്ന് പോയാലെന്ന് ചോദിക്കണം. അങ്ങനെ ഒടുവിൽ ആ വഴിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേന് ദേവമല എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. ഒരു മരത്തിലൊരു ദേവമല എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ട്. മോളെ ഇന്ന് നോക്കെന്ന് പറയണം. അത് കണ്ടുകഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ഒരു പ്രതീക്ഷയായി, ഒരുപക്ഷെ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ അവരെ നടന്നൊടുവില് ദേവമലയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വാമി പോറ്റിയെ കാണാനായിട്ട് പറ്റണം. സ്വാമി പോറ്റിയെ കണ്ടിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം തങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്താണെങ്കിലും ഗോമതിയുടെ പ്രാർത്ഥന പോലെ തന്നെ അയാളെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഗോമതിക്ക് ഒരു സമാധാനമായത്. പിന്നീട് ഗോമതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്നാ വരുന്നേ, ഇങ്ങനൊരു കൈനോട്ടക്കാരി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് സ്വാമി പോറ്റിയെ കാണാൻ പറ്റുവാണെങ്കിൽ ഭഗവാൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാ പറഞ്ഞേ. കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലേ? അതെ, കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായി തിരുമേനി. അതെ, ഇവിടെ വന്നെത്താനായിട്ട് കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ്, നിങ്ങൾക്ക് ഇവിടെ വന്നെത്താനും എന്നെ കാണാനും പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അല്ല തിരുമേനി, എന്തെങ്കിലും ഒരു വഴി, ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താനായിട്ട് പോറ്റിക്ക് പറ്റുമെന്നാ പറഞ്ഞതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാമി പോറ്റി പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, അതുപോലെ ചെയ്താൽ മതി എന്ന് പറയണം. പിന്നീട് കുറെ പൂജകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അത് പ്രധാനമായിട്ട് അഗ്നിപൂജയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ചെയ്യണം, അഗ്നിപൂജയും കാര്യങ്ങളും ചെയ്യണമെന്ന് പറയാം. പക്ഷെ അത് ഞാൻ പറയുന്ന പോലെ നിഷ്കർഷിക്കുന്ന രീതി വേണം ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും അതൊരു തടസ്സങ്ങളും വരാൻ പാടില്ല. അറിയാലോ, ആ പൂജ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ മുടങ്ങാൻ പാടില്ല. മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ടുള്ള തിരിച്ചടി ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തിരുമേനി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുവാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം കോമതി ഒരു ശരി, അതുപോലെയൊക്കെ ചെയ്യാന്ന് പറയണം. അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ പറഞ്ഞു, ഇങ്ങോട്ട് വന്നാൽ മതി, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാന്നൊക്കെ പറയണം. ഒടുവില് അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഗോമതിയും മീനാക്ഷിയും കൂടെ വീട്ടിലേക്ക് പോരുന്നത്. ഇതേ സമയത്ത് ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, അമ്മയൊക്കെ പോയിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല, അവർക്ക് അവിടെ ക്ഷേത്രത്തിലെത്താൻ പറ്റുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. മിത്രയോട് തന്നെ ടെൻഷനൊക്കെ പറയുമ്പോൾ മിത്ര പറഞ്ഞു, ഉറപ്പായിട്ടും അപ്പച്ചിക്കൊക്കെ അവിടെ പോയി സ്വാമി പോറ്റിയെ കാണാനായിട്ട് പറ്റും. ദേ ശ്രീദേവിച്ച് ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കല്ലെന്നൊക്കെ പറഞ്ഞു. സുകന്യ പറഞ്ഞു, പിന്നെ ഇപ്പൊ ഏതാണ്ട് അവിടെ ചെന്ന് ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്നൊക്കെ ഒരു ചിന്തയൊക്കെയാണ് സുകന്യയുടെ മനസ്സിൽ. സുകന്യ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. പക്ഷെ മിത്രയോ ശ്രീദേവി അത് മൈൻഡാക്കാൻ പോയില്ല. എന്താണെങ്കിലും അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയും മീനാക്ഷിയും കൂടെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ പറയണത്. ഞങ്ങൾ സ്വാമി പോറ്റിയെ കണ്ടെന്ന്. സുകന്യക്കാണെങ്കിൽ എങ്ങനെയായാലും അയാളെ കാണാതിരുന്നാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. ഇവര് പോയിട്ട് ഇവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണല്ലോ, അതാണല്ലോ സുകന്യയുടെ ചിന്ത. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രീദേവി ചോദിക്കുന്നുണ്ട്. ചോദിച്ചപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, മോളെ കുറെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ കുടുംബത്തില്. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ നന്നായിട്ട് പാടുപെട്ടു. പോകുന്ന വഴിക്ക് ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് പോലും നഷ്ടപ്പെട്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ മിത്ര ചെന്നിട്ടോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആ കൈനോട്ടക്കാരി പറഞ്ഞത് വെറുതെ അല്ല.
അച്ചട്ടമായിട്ടുള്ള കാര്യങ്ങളാ. എന്തായാലും ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി, ഇനിയിപ്പൊ പേടിക്കണ്ട. അല്ല, ഇതിനൊരു പോംവഴി ഇല്ലേന്ന് ചോദിച്ചു. പ്രതിപതി എന്തേലും പറഞ്ഞെന്ന് ചോദിച്ചു. അഗ്നിപൂജയും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്നിപൂജയോ? അതെ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് ഇത്ര റിസ്ക് ആയിട്ടുള്ള പൂജയാണ്. ആ പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പൂജ മുഴുവിപ്പിക്കണം, ഒരിക്കലും തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുവാണ്. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പൂജകൾ നടത്തണം അമ്മേ, എത്രയും പെട്ടെന്ന് തന്നെ. അതെ, ബാലേട്ടനും കൂടെ വരട്ടെ, ബാലേട്ടനോടും കൂടെ ആലോചിച്ചിട്ട് വേണം നടത്താനെന്നൊക്കെ പറയണം. ഇതെല്ലാം സുകന്യ കേട്ടു. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സുകന്യ നേരെ എന്ത് ചെയ്യണം, രാജശ്രീയെ വിളിക്കണം. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് രാജശ്രീയെ വിളിച്ചു. രാജശ്രീയെ വിളിച്ചിട്ട് രാജശ്രീയുടെ കാര്യങ്ങൾ പറയണം. അതെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ക്ഷേത്രത്തിൽ പോയേക്കുക ഗോമതി ചേച്ചി മീനാക്ഷിന്ന്, അവര് തിരികെ വന്നെന്ന് പറയാ. എന്നിട്ടോ എന്തായി കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ നടന്നതാ പറഞ്ഞേ. എന്തോ അഗ്നിപൂജ മറ്റും നടത്തണമെന്ന്. അഗ്നിപൂജ? അതെ, ആ പൂജകളും വഴിപാടുകളൊക്കെ നടത്തുവാണെങ്കിൽ ഇപ്പോഴുള്ള ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറൂന്ന്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നീട് സുകന്യ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അകത്തേക്ക് കയറിപ്പോവാ. ദേവമംഗലത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പൊ തന്നെ സുകന്യം വിളിച്ച് രാജശ്രീയോട് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് രാജശ്രീ പോയി അലോകിനോടും അച്യുതനോടും കാര്യങ്ങൾ പറയണം. അച്യുതേട്ടാ, ഇങ്ങനൊരു സംഭവമാണ്, അവിടെ അഗ്നിപൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാ പറയണേ. അഗ്നിപൂജയോ? അതെ. എടി രാജശ്രീ, നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പൂജയല്ല ഈ അഗ്നിപൂജ എന്ന് പറഞ്ഞു. അതെന്താ? ഈ അഗ്നിപൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ട് രീതിയിൽ നടത്തില്ലെങ്കിൽ അതൊരു സംഹാര പൂജയായിട്ട് മാറുമെന്ന് പറഞ്ഞു. സംഹാര പൂജ? അതെ, അതിനിടയ്ക്ക് ഒരിക്കലും മുടക്കങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ പൂജ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തീർക്കണം. അതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പൂജ പിന്നീട് സംഹാര പൂജയായിട്ട് മാറും. ആ പൂജ നടത്തുന്നവർക്ക് അത് തിരിച്ചടിയായിട്ട് മാറുമെന്ന് പറയണം. അഗ്നിദേവനെ പൂജിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാജശ്രീ പറഞ്ഞു, ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമല്ലേന്ന് ചോദിച്ചു. അച്യുതൻ പറഞ്ഞു, അതെ, അതിന് വേണ്ടുന്ന മാർഗം എന്താണെന്ന് എത്രയും പെട്ടെന്ന് നോക്കണം. അലോക് പറഞ്ഞു, അച്ഛൻ്റെ ഉദ്ദേശം എന്താ? ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് വേണ്ട എന്താന്ന് ചെയ്യാന്ന് പറയണം. അല്ല, അവർ പൂജ ചെയ്യാൻ എങ്ങോട്ടാ പോണേ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയണമെന്ന് പറയണം. ഒടുവിൽ അങ്ങനെ അവർ ആ പൂജ മുടക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. വൈകുന്നേരം ബാലം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ പൂജയൊക്കെ നടത്താമെന്ന് ബാലനും പറഞ്ഞു. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറയണം. അങ്ങനെ പൂജ എവിടെ നടത്തണം, എപ്പം നടത്തണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സുകന്യ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് രാജശ്രീയെ വിളിച്ച് പറയാണ്. പിന്നീട് രാജശ്രീ അച്യുതനോട് പറഞ്ഞു. ഒടുവിൽ അച്യുതൻ എന്ത് ചെയ്തു, ഈ പൂജ മുടക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പൂജ മുടക്കണം, ഒരു കാരണവശാലും അത് നടത്തിക്കൂടാ. അലോകന്റെ മനസ്സിൽ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൂജ മുടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പൂജ നടന്നുകൂടാ. ഈ പൂജ മുടങ്ങുവാണെങ്കിൽ അവർക്ക് തിരിച്ചടിയായിരിക്കും. അവിടെ അതിന്റെ പേര് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനാണല്ലോ അവർ കാത്തിരിക്കുന്നത്. അങ്ങനെ അലോകൻ ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.